സാർ നമസ്കാരം. നമസ്കാരം. ഇന്നിപ്പോൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നൊരു വിഷയം അർജുൻ ആയങ്കിയുടെ അറസ്റ്റും അതേ തുടർന്ന് അർജുൻ ആയങ്കിയെ തെളിവെടുപ്പിന് വേണ്ടി എറണാകുളത്തും കോതമംഗലത്തുമെല്ലാം കൊണ്ടുവന്ന ചില വിശേഷങ്ങളും തന്നെയാണ്. ഇവിടെ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. കേരള പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് അർജുൻ ആയങ്കി പലയിടങ്ങളിലായി കേരളത്തിൽ ഒളിവിൽ കഴിഞ്ഞു. ഈ ഒളിവിൽ കഴിഞ്ഞ സ്ഥലത്ത് നിന്നും ആയങ്കിയെ കേരള പോലീസ് അതിവിദഗ്ധമായി പിടികൂടി എന്നൊക്കെയാണ് കേരള പോലീസ് പറയുന്നത്. നമ്മൾ ധരിച്ചിരിക്കുന്നു, നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നു. അഥവാ വാർത്താമാധ്യമങ്ങളിൽ വന്നിരുന്ന ചൂടൻ വാർത്തകൾ ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ചില വസ്തുതകൾ പുറത്തു വരുന്നു. അർജുൻ ആയങ്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ അയാൾ അത് ഫോർമാറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഫോണിലെ ഉള്ളടക്കങ്ങളെല്ലാം ഏത് തരത്തിൽ നശിപ്പിക്കപ്പെട്ടാലും അത് കണ്ടെടുക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ കേരള പോലീസിനടക്കമുള്ള സാങ്കേതിക വിദഗ്ധർക്ക് ആ സാങ്കേതിക വിദ്യ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയൊരു സംഭവം അർജുൻ ആയങ്കിയുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്ത വസ്തുതകൾ കണ്ടെടുത്തോളൂ, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. എന്നാൽ കേരളത്തിലെ വൻപന്മാരായ പല CPM നേതാക്കളുടെയും അല്ലാത്ത ചില നേതാക്കളുടെയും എല്ലാം വീടുകളിലെ ഭൂഗർഭ നിലവറകളിൽ ലോക്കറുകളിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണത്തെക്കുറിച്ചും ആ അറകളുടെ ചിത്രങ്ങളും അടക്കം നിങ്ങൾക്ക് ആ ഫോണിൽ നിന്നും ഫോർമാറ്റ് ചെയ്തു പോയ കാര്യങ്ങൾ കണ്ടെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ സാധിക്കും എന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളാണ് അർജുൻ ആയങ്കിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. ഇതെല്ലാം അതായത് ഇപ്പോൾ തനിക്കെതിരെ ഉണ്ടായിട്ടുള്ള കേസുകളെല്ലാം തനി ചീള് കേസുകളാണ്. തന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നൊരു വിഷയമല്ല എന്നാണ് അർജുൻ ആയങ്കി പറഞ്ഞത്. മാത്രമല്ല ഇന്നലെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ രണ്ട് കൈകളിലും വിലങ്ങ് വെച്ച അർജുൻ ആയങ്കി ചില ഭാഗവതന്മാരൊക്കെ കച്ചേരിക്ക് താളമടിച്ച് പാട്ടുപാടുന്നത് പോലെ താളമടിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. അതായത് ഇതൊന്നും എന്നെ ബാധിക്കുന്നൊരു കാര്യമല്ല എന്ന് പറയുമ്പോൾ നിശ്ചയമായും അർജുൻ ആയങ്കി മനഃപൂർവ്വം താൻ എവിടെയാണ് ഇരിക്കുന്നത്, താൻ എവിടെയാണ് ഒളിവിലുണ്ടായിരുന്നത്, താൻ ഇനി പുറത്ത് നടന്നു കഴിഞ്ഞാൽ തനിക്ക് ജീവന് തന്നെ ഭീഷണി ഉണ്ടാവും എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ജയിലിൽ കടന്നുകൂടാൻ വേണ്ടി ഒപ്പിച്ച ചില വിക്രിയകളാണ് ഈ സർക്കിൾ ഇൻസ്പെക്ടർമാർക്കെതിരെയും അതുപോലെ കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെയും എല്ലാം പോസ്റ്റിട്ട് ഭീഷണിയുടെ സ്വരത്തിൽ പോസ്റ്റിട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എങ്ങനെയും അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്യണം, പഴയ കേസുകളെല്ലാം കുത്തിപ്പൊക്കി കഴിയുന്നത്ര നാൾ ജയിലിൽ കിടക്കണം, അങ്ങനെ ജയിലിൻ്റെ സുരക്ഷയോടുകൂടി തൻ്റെ ജീവൻ സംരക്ഷിക്കണം എന്ന അർത്ഥത്തിലാണ് അർജുൻ ആയങ്കി ഇത്തരം ഒരു നീക്കം നടത്തിയത് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഇതിനെ വിലയിരുത്തുന്നത്? ഞാൻ അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് സംബന്ധിച്ച് ആദ്യ വാർത്ത വായിച്ചപ്പം സ്വാഭാവികമായി പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തി എന്നൊരു തോന്നലാണ് എനിക്കുണ്ടായത്. ആ തോന്നൽ തെറ്റോ ശരിയോ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ ഈ സംഭവം കണ്ടപ്പോൾ എനിക്ക് സോമർസെറ്റ് മോമിൻ്റെ ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. സോപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഈ സോപ്പിയുടെ പ്രത്യേകത ജീവിക്കാൻ മാർഗ്ഗമില്ല, തണുപ്പുകാലായി കഴിഞ്ഞാൽ ഏതെങ്കിലും കടത്തിണ്ണയിൽ കിടന്ന് ഉറങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ പതിവ്. അപ്പോൾ ഈ കടൽത്തിണ്ണ കയറാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജയിലിൽ പോകും. അപ്പോൾ ഈ ജയിലിൽ പോകാനായിട്ട് ഇദ്ദേഹം ചെയ്ത മാർഗം വെണ്ടർ എടുക്കുമ്പം ഏതെങ്കിലും പോക്കൃത്തരങ്ങൾ ചെയ്ത് പോലീസിൻ്റെ മുമ്പിൽ നിന്ന് കൊടുക്കും. അപ്പോൾ പലപ്പോഴും പിടികൊടുക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഒരു സ്ഥലത്ത് ഒരു കടയിൽ കയറി പൊട്ടിച്ചു കഴിഞ്ഞു. പോലീസ് വന്നു കഴിഞ്ഞ് ഇത് സംഭവം ഇതാണ്, ഇപ്പം ഇയാൾ മാത്രം ഓടാൻ നിൽക്കുന്നു, ഞാനാ പിടി. അപ്പോൾ ഇയാളെ പിടിക്കുമെന്ന് വിചാരിച്ച് നടക്കുന്നത്. അപ്പോൾ ഓടാത്തവൻ കള്ളനല്ല എന്നുള്ള ധാരണ പോലീസ് മടങ്ങിപ്പോകാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും കുറേ കൂടെ പ്രശ്നങ്ങളുണ്ടാക്കി, കുടം പൊട്ടിച്ചു, അങ്ങനെ പലതും മോഷ്ടിച്ച് വീണ്ടും പോലീസിനെ വിളിച്ചു വരുത്തി എന്നാ പിടിച്ചു എന്ന് പറഞ്ഞ് നിന്നു കൊടുക്കുകയാണിത്. അതുപോലെ തന്നെയായിരുന്നു ആയങ്കയുടെ ആദ്യം രക്ഷപ്പെടാൻ പറ്റുമെന്ന് ശ്രമിച്ചു, ഒളിവിൽ താമസിക്കാൻ നോക്കി. ഇത് രണ്ടും നടക്കാതെ വന്നപ്പോൾ അടുത്ത മാർഗം ഇനി കൈ കിട്ടിയാൽ, അത് ഈ പാർട്ടിയിൽ തന്നെ അറിവ് കിട്ടി കാണും, അല്ല ഇതിനു മുമ്പുള്ള പരിചയം കാണും, ഇനി കൈ കിട്ടിയാൽ സഖാക്കൾ തന്നെ വകവരുത്തും. സഖാക്കൾ എന്ന് പറയുന്നില്ല, അല്ല ആയങ്കിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട, ഞാൻ വളർന്ന പ്രസ്ഥാനം വേറെയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ നിന്ന് ചില വെല്ലുവിളികൾ നേരിട്ടതിൻ്റെ പേരിൽ തന്നെ ആയിരിക്കാം പ്രസ്ഥാനം ഒറ്റിക്കൊടുക്കുമെന്നുള്ള പേടി. അതെ. അപ്പോൾ ആ പ്രസ്ഥാനത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന ആയെങ്കിൽ പ്രസ്ഥാനത്തിലെ ചില വമ്പന്മാർക്കെതിരെ ചില അടുത്ത കാലത്ത് ചില പരാമർശങ്ങൾ നടത്തിയുണ്ടായി. പലരുമായി ആയെങ്കിൽ തെറ്റി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ആ പ്രസ്ഥാനം തനിക്കെതിരെ വലിയൊരു തിരിച്ചടി ഉണ്ടാകും. ഒരുപക്ഷെ ആ തിരിച്ചടി തനിക്ക് താങ്ങാൻ പറ്റാത്തതാകും എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നേരത്തെ സാർ ഒരു ഇംഗ്ലീഷ് നോവലിനെ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചതുപോലെ സ്വയം ഒരു കീഴടങ്ങലിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ സ്വയം ജയിലിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു വഴി ഒരുക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള ചില പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് എന്ന് വേണ്ടേ വിശ്വസിക്കാൻ? അല്ല, എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം,
ഇവിടെ നിന്നും കണ്ണൂർ തളിപ്പറമ്പ് വരെ എത്താൻ ആയെങ്കിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, ഒരു പോലീസ് ചെക്കിങ്ങും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഹെൽമെറ്റ് വെക്കാതെ പോയാലോ ബെൽറ്റ് ഇടാതെ പോയാലൊക്കെ അതുവരെ നോക്കുന്ന പോലീസിന് ആയെങ്കിയെ പോലെ സുപരിചിതമായൊരു മുഖത്തെ കണ്ടെത്താൻ, ചുരുങ്ങിയ വർഷം പോലീസുകാർക്കിടയിലെങ്കിലും സുപരിചിതനായ മുഖം കണ്ടെത്താൻ പറ്റി. അല്ല, പത്രങ്ങളിലൊക്കെ വന്ന് ഇഷ്ടംപോലെ പടം വന്നിട്ടുള്ള കണ്ടെത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോലീസ് ഇവൻ രക്ഷപ്പെട്ട് എവിടം വരെ പോകും എന്ന് കാത്തിരുന്നു. ഇയാൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നു അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആരൊക്കെയാണ് കൂട്ടാളികളെ കണ്ടെത്താൻ വേണ്ടി, അതിനു വേണ്ടിയായിരിക്കാം. അല്ലെങ്കിൽ ആയങ്കിയുടെ ഈ രക്ഷപ്പെടലിനിടയ്ക്ക് ആയങ്കിക്ക് കുഴപ്പങ്ങൾ ഉണ്ടാകരുത്. കാരണം ആയങ്കയെ വധിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ആയങ്കയെ കൊന്നതിൻ്റെ രക്തസാക്ഷിത്വമായിട്ട് നടക്കും. പുഷ്പനെ കണ്ടില്ലേ, നിങ്ങൾക്ക് ആയങ്കയെ കണ്ടില്ലെന്ന് ചോദിച്ചിട്ട് നടക്കും. അപ്പം അങ്ങനെ ഒരു അവസരം ഒഴിവാക്കാൻ വേണ്ടി കേരള പോലീസ് അല്ലെങ്കിൽ കേരള കോടതിയിലെ വിവരമുള്ള ആൾക്കാർ അറേഞ്ച് ചെയ്ത പരിപാടിയാണ്. പക്ഷെ മറിച്ച് ഇത് രണ്ടു കൂട്ടർക്കും താല്പര്യമുള്ള പരിപാടിയാണ്. പുറത്ത് നിൽക്കുക എന്ന ഓരോ നിമിഷവും ഇത്രയും വെളിപ്പെടുത്തലുകൾ വന്നിട്ട് ഇത്രയും കണ്ടെത്തലുകൾ നടന്ന ശേഷം ഇനി ആയെങ്കിൽ വെളിയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ആയെങ്കിയുടെ ജീവന് ഭീഷണിയാണെന്ന് മറ്റാരേക്കാൾ നന്നായിട്ട് ആയെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ രക്ഷപ്പെടാനുള്ള മാർഗം ജയിലിൽ കിടക്കുക എന്നുള്ളത് തന്നെയാണെന്ന് ആയെങ്കിക്ക് തിരിച്ചറിവുണ്ടായെങ്കിൽ. അല്ല, ഇപ്പോഴും ഈ ജയിലിലും ഒന്നും അങ്ങനെ അത്ര കണ്ട് സുരക്ഷിതരാണെന്ന് നമുക്ക് ചില പഴയ സംഭവങ്ങൾ നോക്കുമ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഈ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ നേതാവായ KM ഷാജി തന്നെ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. CPM ചില നേതാക്കൾ ജയിലിൽ കിടന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭക്ഷണത്തിലൂടെയെല്ലാം സ്ലോ പോയിസൺ കൊടുത്തു. അങ്ങനെ ആ ഭക്ഷണം കഴിച്ചാണ് അവർക്ക് മരണത്തിലേക്ക് പോകേണ്ടതായി വന്നത് എന്ന് പിൽക്കാലത്ത് ആ നേതാക്കന്മാരുടെ മക്കളൊക്കെ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ ഈ KM ഷാജി തൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആരെയെങ്കിലും വകവരുത്തണം എന്നൊരു പ്രസ്ഥാനം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ജയിലിൽ വെച്ചായാൽ പോലും അവർക്ക് നടപ്പാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നൊക്കെയാണ് ആ സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷേ സാധാരണഗതിയിൽ പുറത്ത് ഉള്ള ഗുണ്ടാ സംഘങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ജയിലിൻ്റെ 4 ചുമരുകൾ സുരക്ഷിതമായിരിക്കും. അവിടെയും ആയെങ്കിക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും അത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടത് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ഞാൻ ഒരു സംശയം ചോദിച്ചിട്ട് എനിക്ക് ഇത് കേട്ടപ്പോൾ മോഹൻലാലിൻ്റെയും മഞ്ജു വാര്യരുടെയും ഒരു സിനിമയുണ്ട്. അതായത് ഒരു മുഖ്യമന്ത്രിയുടെ മക്കളായിട്ടാണ് ഇവർ അഭിനയിക്കുന്നത്. അതിനോട് പേര് ഓർക്കുന്നുണ്ടോ? ലൂസിഫർ. ലൂസിഫർ. അപ്പോൾ ലൂസിഫറിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മുരളി ഗോപിയുടെ ലൂസിഫറിനെ മോഹൻലാലിനെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞപ്പോൾ മോഹൻലാലിനെ കിടക്കുന്ന സെല്ലിൻ്റെ സൈഡിൽ വശങ്ങളിൽ വേറെ അടുത്ത സെല്ലുകളിലൊക്കെ വേറെ അറിയപ്പെടുന്ന കൊട്ടേഷൻ ഗുണ്ടകളെ അവിടെ ഏൽപ്പിക്കുകയാണ്. കില്ലേഴ്സിനെ കൊണ്ടുവരികയാണ്. അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു CPM നേതാവുമാണ്. കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പിൻ്റെ ആളായിട്ട് മോഹൻലാലിനെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ സിനിമയ്ക്കകത്ത് കോൺഗ്രസും CPM സിനിമയ്ക്കകത്ത് കോൺഗ്രസും CPM. അപ്പോൾ മോഹൻലാലിനെ ഒഴിവാക്കാനായിട്ട് നോക്കുന്നത് മോഹൻലാൽ ഇടിച്ച് തോപ്പിക്കണമല്ലോ. അതിനൊരു അവസരം കൂടെ അവിടെ ഉണ്ടാക്കി. അതുപോലെ ആയെങ്കിൽ അകത്ത് കിടക്കുമ്പം വേറെ 8 10 കേസിൽ പിടിക്കുന്നവരെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ പിടിക്കുന്നവരെ ഒരേ സെല്ലിലോ അല്ലെങ്കിൽ അടുത്തടുത്ത സെല്ലുകളിലോ ചെല്ലുകയും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴോ കുളിക്കാൻ പോകുമ്പോഴോ കണ്ട് എന്ത് വേണേൽ സംഭവിക്കും എന്നുള്ള പേടി. അപ്പം CPM കൊട്ടേഷൻ ടീമിന് അലർജി കൊടുക്കുന്നത് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നേതാക്കൾക്കാണ്. അതേ സിറ്റുവേഷൻ ഇവിടെയും ചിലപ്പോൾ ഉണ്ടാകാം. അതെ, പറയാൻ പറ്റത്തില്ല. അതാണ് നമ്മുടെ നാട്. കാരണം അതെന്ത് തന്നെയായാലും നമ്മുടെ നീതിന്യായ സംവിധാനങ്ങളെയൊന്നും നമ്മൾ വെല്ലുവിളിക്കുന്നില്ല. പക്ഷേ ഇത്തരം ചില കാര്യങ്ങളൊക്കെ സങ്കല്പത്തിലെങ്കിലും നടക്കുന്നുണ്ട്. പക്ഷേ അത് പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഒളിഞ്ഞു തെളിഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. അതെന്ത് തന്നെയായാലും ഒരു പൗരാവകാശം എന്ന രീതിയിൽ ഓരോരുത്തർക്കും ഭരണഘടന അനുശാസിക്കുന്ന തരത്തിലുള്ള ഒരു സംരക്ഷണം കിട്ടുവാനുള്ള അവകാശമുണ്ട്. അത് കുറ്റവാളിക്കായാൽ പോലും അയാളുടെ വശം കേൾക്കണമെന്നൊക്കെയാണല്ലോ പറയുന്നത്. തീർച്ചയായും ഇവിടെ അർജുൻ ആയെങ്കിൽ പുറത്ത് നടക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം സുരക്ഷിതനായിരിക്കും അകത്ത് എന്നുള്ള ധാരണയിലായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു നാടകങ്ങളൊക്കെ സൃഷ്ടിച്ച് പോലീസിനെ കൊണ്ടൊരു അറസ്റ്റ് ചെയ്യിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇതിൽ ആലോചിക്കേണ്ടത് അല്ലെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യം, തൻ്റെ ഫോൺ രേഖകൾ കണ്ടെത്താൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചില വമ്പൻ നേതാക്കന്മാരുടെ ഭൂഗർഭ നിലവറകളിലിരിക്കുന്ന സ്വർണം കണ്ടെത്താൻ സാധിക്കും. ഒരുപക്ഷെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിലവറയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള പല നിലവറകളും തൻ്റെ പല നേതാക്കന്മാർക്കും ഉണ്ട് എന്ന് പറയുമ്പോൾ ആയെങ്കിൽ അത് പറഞ്ഞും പറയാതെയൊക്കെ പറഞ്ഞു വയ്ക്കുമ്പോൾ തീർച്ചയായും തൻ്റെ ഫോണിൻ്റെ രേഖകൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും ഉണ്ടാകും. പല നേതാക്കന്മാരുടെയും പൊയ്മുഖം അഴിഞ്ഞു വീഴും എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും ഇനിയിപ്പോൾ ആയെങ്കിയുടെ ഫോൺ തന്നെ നശിപ്പിച്ച് കളയാൻ ഒരു വിഭാഗം ആളുകൾ തയ്യാറായേക്കും എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പം നമുക്കിതിൻ്റെ താങ്കൾ പറഞ്ഞതിൻ്റെ അതിൻ്റെ കറക്റ്റ് സത്യാവസ്ഥ എന്ന് പറയുമ്പം താങ്കൾ കൃത്യമായിട്ട് പറഞ്ഞു. അതായത്
ഇവർ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ ശബരിമലയിൽ നിന്ന് പോയ സ്വർണം കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇവർ മുഴുവനായിട്ട്. മറ്റു സ്ഥലങ്ങൾ, മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് ഒത്തിരി സ്ഥലത്തു നിന്ന് പോയതായിട്ട് കാണുന്നുണ്ട്. നാട്ടിൻപുറത്തെ ക്ഷേത്രത്തിൽ നിന്നും പോയതായിട്ട് കാണുന്നുണ്ട്. അതായത് ലോക്കൽ കമ്മിറ്റി തൊട്ട് അങ്ങ് മുകളിലേക്ക് ഇതെല്ലാം അറിയാം. അപ്പോൾ ഈ സ്വർണം എവിടെ പോയി, ആരുടെയെങ്കിലും കൈ കാണണ്ടേ? പോയി എന്ന് പറയുന്നല്ലാതെ ഇത് ഇത്ര ബൾക്കായിട്ട് പോയിട്ടുണ്ട്, എങ്ങോട്ട് പോയി എന്നുള്ളതിന് ഉത്തരവില്ല. ആ ഉത്തരം കിട്ടണ്ടേ? അതുപോലെ മറ്റവൻ്റെ പൈസ കിട്ടി എങ്ങോട്ട് പോയി തിരിച്ചു വന്ന് എങ്ങനെയാണെന്നും മൂട്ടിൽ മരം മുറി. അപ്പോൾ ഈ കാശുകളുടെ എൻ്റെ സോഴ്സ്, എൻ്റെ യൂസ് എവിടെയാണ് നടന്നിരിക്കുന്നതെന്ന്, അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ എൻ്റെ യൂസ് എവിടെയാണ് നടന്നിരിക്കുന്നതെന്ന് ഇതുവരെ ആരും പറയുന്നില്ല. അതിൻ്റെ അർത്ഥം എവിടെ നടന്നിരിക്കുന്നു? അതിൻ്റെ അർത്ഥം ഒരു കാര്യം പറയാം. താങ്കൾ ഈ പറഞ്ഞ ലോക്കറുകൾക്കുള്ളിൽ വളരെ ഭദ്രമായിട്ട്, ഭൂഗർഭറകളിൽ ഭദ്രമായിട്ട് പല നേതാക്കന്മാർ, ഒരാളുടെ പല നേതാക്കന്മാരുടെയും കൈവശം ഇതുണ്ടായിരിക്കും. അങ്ങനെ ഉള്ളിടത്തോളം കാലം ആ നേതാക്കന്മാരെല്ലാം പിണറായി വിജയന് മുമ്പിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയും ചെയ്യും. തീർച്ചയായും അങ്ങനെയൊക്കെ ആവാം. എന്തായാലും ആയങ്കിയെ ചുറ്റിപ്പറ്റിയുള്ള രഹസ്യങ്ങൾ ഇനിയും ചുരുളഴിയാനുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.